ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറെ കുട്ടികൾ ചോദിച്ചതാണ് SPMA സെൽഫ് ഫിനാൻസിംഗ് പാരാമെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷന്റെ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് വീഡിയോ ചെയ്യാമോ എന്ന് പല കുട്ടികളും ചോദിച്ചിരുന്നു. നമുക്ക് ഏകദേശം ഒരു രൂപത്തിൽ ഞാനൊരു റാങ്ക് ലിസ്റ്റ് പ്രഡിക്ഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് BSc MLT 2024 റാങ്ക് ലിസ്റ്റ് കിട്ടിയത് ആർക്കൊക്കെയാണ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ PCB പെർസെൻറ്റേജ് ആണ് നോക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് ഇവിടെ നോക്കുന്നത്. അതായത് 100% നിങ്ങൾക്ക് എത്രയാണ് വരുന്നത്. ഇൻഡെക്സ് മാർക്ക് ആയിട്ടല്ല നോക്കുന്നത്, പെർസെൻറ്റേജ് ആയിട്ടാണ് നോക്കുന്നത്. ആർക്കെങ്കിലും ഇൻഡെക്സ് മാർക്ക് പെർസെൻറ്റേജ് ആക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പെർസെൻറ്റേജിലോട്ട് മാറ്റി നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ആണ് എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ BSc MLTക്ക് ഏതൊക്കെ കുട്ടികളാണ് SPMAയിൽ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് ഓപ്ഷൻ വെച്ചിട്ടുള്ളത് അവർ മാത്രമായിരിക്കും ഇതിനകത്ത് പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് മാത്രമായിരിക്കും റാങ്ക് വരുന്നത്. ഇവിടെ റിസർവേഷനും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് കറക്റ്റ് ആയിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് ഇടുകയായിരിക്കും ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം BSc MLTക്ക് ഒരുപാട് കുട്ടികൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പേജസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. 700ഓളം കുട്ടികൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് അപ്ലൈ ചെയ്യുന്നതനുസരിച്ചാണ് റാങ്ക് വരുന്നത്. ഇപ്പോൾ BSc MLTക്ക് 10 കുട്ടികളെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ 10 കുട്ടികളുടെ റാങ്കേ വരുള്ളൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഈ രീതിയിൽ മാത്രമേ റാങ്ക് വരികയുള്ളൂ. എക്സ്ട്രാ റാങ്ക് ആയിട്ടൊന്നും വരില്ല. ഇതനുസരിച്ച് മാർക്കിൽ കൂടുതലുള്ള കുട്ടികളെ ആയിരിക്കും എടുക്കുന്നത്. അതും സീറ്റ് വാക്കൻസിയും കൂടെ നോക്കും. SPMAയിൽ എത്രത്തോളം സീറ്റ് ഉണ്ടോ അത്രത്തോളം സീറ്റ് ഫില്ല് ചെയ്യണതനുസരിച്ച് ആദ്യത്തെ റാങ്കിലുള്ള കുട്ടികളെ ആയിരിക്കും ഇവിടേക്ക് ചൂസ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ SPMAയിൽ നമുക്ക് എല്ലാവർക്കും കിട്ടാൻ പറ്റും എന്നും പറയാൻ വേണ്ടി സാധിക്കുകയില്ല. കാരണം ഒരുപാട് സീറ്റ് വാക്കൻസി BSc നഴ്സിംഗിന്റെ പോലെയുള്ളതല്ല നമുക്ക് പാരാമെഡിക്കലിനുള്ളത് എന്നുകൂടി മനസ്സിലാക്കുക. പക്ഷെ ഇതിൽ അപ്ലൈ ചെയ്ത എല്ലാ കുട്ടികളും ഇതിൽ തന്നെ തുടരില്ല. പല കുട്ടികൾക്കും നല്ല മാർക്കുള്ള കുട്ടികൾ LBSലൊക്കെ ഓൾറെഡി അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും. PNC MIKയിലും അങ്ങനെയൊക്കെ വരുമ്പോൾ മാറി മാറി പോകുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ വാക്കൻസി വരുന്നതായിരിക്കും. ഇനി അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് BSc പെർഫ്യൂഷൻ ടെക്നോളജി ആണ്. ഇവിടെ ആയാലും നമുക്ക് ഒരു 28 ഒക്കെയാണ് കഴിഞ്ഞ വർഷം ഇവിടെ അപ്ലൈ ചെയ്തത്. അതനുസരിച്ചുള്ള റാങ്കും കാര്യങ്ങളാണ് വരുന്നത്. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് PCB പെർസെൻറ്റേജ് നോക്കി വെക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ ഇൻഡെക്സ് മാർക്ക് അനുസരിച്ച് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഈ പെർസെൻറ്റേജ് അനുസരിച്ചാണ് കഴിഞ്ഞ വർഷം റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. അതനുസരിച്ചാണ് നിങ്ങൾക്ക് അഡ്മിഷന്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടാവുക. ഇനി നമുക്ക് അടുത്തൊരു കോഴ്സിലേക്ക് നോക്കാം. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇത് സൈറ്റിൽ കയറി തന്നെ സെലക്ട് കോഴ്സ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് കേട്ടോ. BSc ഒപ്റ്റോമെട്രി ആണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വരുന്നിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. ഏകദേശം ഒരു 136 കുട്ടികൾ വരെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ പല കുട്ടികളും റിജക്റ്റ് ആയി പോയിട്ടുള്ള കുട്ടികളും ഉണ്ടാവും. എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, 50% എബോ മാർക്ക് വേണം. ഇതിൽ SC ST കുട്ടികൾക്കൊക്കെ റിസർവേഷൻ ഉണ്ട്. ഈ മാർക്കിന്റെ കാര്യത്തിൽ ഒരു റിസർവേഷൻ ഉണ്ട്. അതൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ആ രീതിയിലുള്ള മാർക്കുള്ള കുട്ടികൾ മാത്രമേ ഇത് എലിജിബിലിറ്റി നേടുകയുള്ളൂ. അല്ലാത്ത കുട്ടികളെ ഈ ആപ്ലിക്കേഷനിൽ നിന്നും ഇവരെ റിജക്റ്റ് ചെയ്യുന്നതുമാണ്. അപ്പോൾ മാർക്ക് ഇല്ലാത്ത കുട്ടികൾ അപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കുക. അതായത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമായിരിക്കും, പക്ഷേ ഇവരെ അക്സെപ്റ്റ് ചെയ്യുകയില്ല. നിങ്ങളുടെ ആപ്ലിക്കേഷൻ എലിജിബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി അടുത്ത നമുക്ക് നെക്സ്റ്റ് BSc ന്യൂറോ ടെക്നോളജി കോഴ്സ് നോക്കാം. അതിൽ എത്ര കുട്ടികളാണ് കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്തിട്ടുള്ളത് അതനുസരിച്ചാണ് റാങ്ക് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 40 കുട്ടികളാണ് SPMAയിൽ ഈ ഒരു കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്തത്. അതനുസരിച്ച് 40 റാങ്കാണ് വരുന്നത്. ആദ്യത്തെ റാങ്കുകളിലുള്ള സീറ്റ് വാക്കൻസി അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. അതായത് ഇപ്പൊ 10 സീറ്റാണ് ഈ ഒരു കോഴ്സിനുള്ളത് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 10 കുട്ടികൾക്കായിരിക്കും ഇവിടെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ ഫുൾ മാർക്ക് കിട്ടിയ പല കുട്ടികളും ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് പല രീതിയിൽ LBSലും PNC MIKയിലൊക്കെ മാറിയ കുട്ടികളുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇൻഡെക്സ് മാർക്ക് കുറച്ചുകൂടി കുറഞ്ഞ കുട്ടികൾക്ക് കിട്ടാനുള്ള ചാൻസും ഉള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ ഡിപ്ലോമയുടെ ഒക്കെ ഞാൻ ഇന്ന് പറയുന്നില്ല, കാരണം ഡിപ്ലോമയുടെ സൈറ്റ് എറർ ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നില്ല ഇപ്പോൾ ഡിപ്ലോമയുടേത്. അതുകൊണ്ട് BScയുടേത് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഈ അടുത്ത് നമുക്ക് BCVT കോഴ്സിനെ പറ്റിയിട്ട് നോക്കാം. അതിൽ 122 കുട്ടികളാണ് കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്തത്. അതനുസരിച്ച് 122 വരെയാണ് റാങ്ക് വരുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ ഇൻഡെക്സ് മാർക്ക് നമ്മൾ LBS BSc നഴ്സിംഗിലും പാരാമെഡിക്കലിലും PNC MIKയിലും ഒക്കെ അപ്ലൈ ചെയ്ത കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡെക്സ് മാർക്ക് വിചാരിച്ചിരിക്കരുത്. ഇവിടെ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് കഴിഞ്ഞ വർഷം നോക്കിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഇതിൽ എത്രാമത്തെ റാങ്ക് വരികയാണ് എന്നുള്ളത് ഒരു പോസിബിലിറ്റി ആണ് പറയുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കി ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മുടെ സീറ്റ് വേക്കൻസിയും കൂടെ വിചാരിച്ചിട്ട് വേണം നിങ്ങൾ
നിങ്ങൾ ഇതിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. കാരണം സീറ്റ് വാക്കൻസി ഇല്ലാത്ത പക്ഷം നിങ്ങൾ ഇതിലേക്ക് എടുക്കുന്നതല്ല, അഡ്മിഷൻ നിങ്ങൾക്ക് കിട്ടുകയുമില്ല. ഇപ്പൊ 10 സീറ്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 70 കുട്ടികൾ അതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 10 കുട്ടികൾക്ക്, അതായത് നല്ല മാർക്കുള്ള 10 കുട്ടികൾക്ക് മാത്രമായിരിക്കും അവിടെ സീറ്റ് വരുന്നുണ്ടാവുക. അത് മനസ്സിലാക്കുക. അതുപോലെ മാർക്ക് വളരെ കുറഞ്ഞ കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ പുറത്തോട്ടേക്ക് നോക്കാനും കൂടി ശ്രദ്ധിക്കുക. അടുത്ത കോഴ്സിലേക്ക് വരുന്നത് BSc ഡയാലിസിസ് ടെക്നോളജി കോഴ്സിൽ 75 പേരാണ് കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് 75 റാങ്ക് വരെയാണ് വരുന്നുണ്ടാവുക. അതിൽ ആദ്യത്തെ എത്രത്തോളം സീറ്റ് വാക്കൻസി ഉണ്ടോ അതനുസരിച്ചായിരിക്കും കുട്ടികളെ എടുക്കുന്നുണ്ടാവുക. ഇതിലും മാർക്ക് കൂടിയ കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ മറ്റു രീതിയിലുള്ള അഡ്മിഷൻസ് എടുക്കുമ്പോൾ ഇവിടെ വാക്കൻസി വരുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള പെർസെൻറ്റേജ് നോക്കിയാലും കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, 50% താഴെയുള്ള രീതിയിൽ ആരെയും തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ആപ്ലിക്കേഷനിൽ നിന്നും റിജക്റ്റ് ആവാനാണ് സാധ്യത എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. സ്വന്തമായിട്ട് തന്നെ ഈ സൈറ്റിൽ കയറി നോക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ ഡിപ്ലോമയും അതുപോലെ BSc MITയുടെതൊന്നും നമുക്ക് എറർ ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ബാക്കിയുള്ള മാക്സിമം കോഴ്സസിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ഇതിൽ പറയുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു 3 ഓപ്ഷൻസ് മാത്രമേ നമുക്ക് വെക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട കോളേജിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് മാത്രം ഓപ്ഷൻ വെക്കുക. ഓപ്ഷൻ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഒരു ചേഞ്ച് ാൻ വേണ്ടി സാധിക്കുന്നതല്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രം ഓപ്ഷൻസ് വെക്കേണ്ട കുട്ടികൾ വെക്കുക. സെപ്റ്റംബർ 8 തീയതി വരെയാണ് നമുക്ക് ഇതിന്റെ ടൈം എന്ന് പറയുന്നത്. അതിനുശേഷം റിജക്റ്റഡ് ആണോ അക്സെപ്റ്റഡ് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ പ്രോസ്പെക്ടസിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് അലോട്ട്മെന്റ് വരുന്നുണ്ടാവുക, എന്തൊക്കെ കാര്യങ്ങളാണ് അലോട്ട്മെന്റ് ബേസ് ചെയ്ത് നമ്മൾ ചെയ്യേണ്ടത്, ഇതെല്ലാം തന്നെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇതൊക്കെ വീഡിയോസും ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്നും കാണാത്തവർ ഈ SPMAയുടെ വീഡിയോസ് തന്നെ കണ്ടു നോക്കുക. അത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. പല കുട്ടികളുടെയും ഡൗട്ടാണ് SPMAയിൽ ഡൊണേഷൻ വരുമോ എന്നുള്ളത്. SPMAയിൽ ഡൊണേഷൻ കാര്യങ്ങളൊന്നുമില്ല. LBSന്റെ സെയിം ഫീസ് സ്ട്രക്ചർ തന്നെയാണ്. അതായത് LBSന്റെ സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ വരുന്ന സെയിം ഫീസ് സ്ട്രക്ചർ തന്നെയാണ് ഇവിടെയും വരുന്നത്. കറക്റ്റ് ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് കാണാത്തവർ അതോടി ചെന്ന് കണ്ടു നോക്കി മനസ്സിലാക്കിയതിന് ശേഷം വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും. ഓപ്ഷൻസ് നമുക്ക് മാക്സിമം 3 ഓപ്ഷൻസ് മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി വേണം ഓപ്ഷൻസ് വെക്കേണ്ടത്. ഇഷ്ടമില്ലാത്ത കോളേജസിൽ ഓപ്ഷൻസ് വെക്കരുത്. വെച്ചതിന് ശേഷം അവിടെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് മാറണം എന്നുണ്ടെങ്കിൽ പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ശ്രദ്ധിച്ചും കണ്ടും മാത്രം അത് ചെയ്യുക. മിസ്റ്റേക്സ് ഒന്നും വരുത്താത്ത രീതിയിൽ വേണം നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാനും അതുമായിട്ടുള്ള ബാക്കിയുള്ള പ്രൊസീജിയേഴ്സിലേക്ക് മുന്നോട്ട് പോകാനും. അപ്പോൾ ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ സമയത്തിന് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് ടൈമിന് നിങ്ങളുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.